ബോഡി ബിൽഡിംഗ് താരത്തിനെ പോലീസ് ഇൻസ്പെക്ടറാക്കാനുള്ള മന്ത്രിസഭാ നീക്കത്തിന് തിരിച്ചടി. നിയമന ശുപാർശ ലഭിച്ച ഷിനു ചൊവ്വ കായികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ടു. ആരാനന്ദർഷം വിവരങ്ങളുമായിട്ട് അനന്തൻ, ഈ ഒരു തീരുമാനത്തിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായതാണ്. പക്ഷേ പോലീസിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതലയിലേക്ക് വരാനിരിക്കുന്നു. ബോഡി ബിൽഡിംഗ് താരമാണ്. പക്ഷേ എങ്ങനെയാണ് കായികക്ഷമത ഇതിൽ പരാജയപ്പെട്ടത്? ദിവിഷ്, ബോഡി ബിൽഡിംഗ് താരങ്ങളായ രണ്ടുപേരെ സ്പോർട്സ് കോട്ടയിൽ പോലീസിൽ നിയമിക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തിയത്. ചട്ടവിരുദ്ധമായുള്ള മന്ത്രിസഭാ തീരുമാനം ഈ രണ്ടുപേരെയും നിയമിക്കാനായിരുന്നു. എന്നാൽ ആ തീരുമാനത്തിന് ഇപ്പോൾ ഫിസിക്കൽ എക്സാമിൻ്റെ ഗ്രൗണ്ടിൽ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. ഷിനു ചൊവ്വ, ചിത്രേഷ് നടേശൻ, ഈ രണ്ട് ബോഡി ബിൽഡിംഗ് താരങ്ങളെയാണ് സ്പോർട്സ് കോട്ടയിൽ ആംഡ് പോലീസ് ബറ്റാലിയനിൽ ഇൻസ്പെക്ടർമാരായിട്ട്, അതായത് CA റാങ്കിൽ നിയമിക്കാനുള്ള ഒരു നീക്കം മന്ത്രിസഭാ യോഗം നടത്തിയത്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് ആരോപണങ്ങൾ സ്പോർട്സ് കോട്ടയിൽ ബോഡി ബിൽഡിംഗ് താരങ്ങളെ നിയമിക്കാൻ ചട്ടമില്ല എന്നുള്ളതായിരുന്നു. മറ്റൊന്ന്, നേരിട്ട് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് നിയമിക്കാനും ചട്ടമില്ല എന്നുള്ളതായിരുന്നു. ഇത് രണ്ടും ഇവിടെ മറികടക്കുകയും ചെയ്തു. പക്ഷേ ഫിസിക്കൽ എക്സാമിനേഷന് ഇന്ന് ചിത്രേഷ് നടേശൻ പങ്കെടുത്തില്ല, ഷിനു ചൊവ്വ പങ്കെടുക്കുകയും ചെയ്തു. ഷിനു ചൊവ്വ ആ ഫിസിക്കൽ എക്സാമിനേഷനിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇനി ആ മന്ത്രിസഭാ യോഗ തീരുമാനമുണ്ടെങ്കിലും ആ നിയമനം നടക്കില്ല. കാരണം 8 ഇനങ്ങളിൽ ഫിസിക്കൽ കായികക്ഷമത പരീക്ഷയിൽ പാസ്സാകണമായിരുന്നു. അതിൽ 4 എണ്ണത്തിൽ ഷിനു ചൊവ്വ പരാജയപ്പെട്ടു. 100 മീറ്റർ ഓട്ടം, ലോങ് ജമ്പ്, ഹൈ ജമ്പ്, 1500 മീറ്റർ ഓട്ടം എന്നിവയിലാണ് പരാജയപ്പെട്ടത്. അതോടുകൂടി ആ നിയമനം നടത്താനുള്ള മന്ത്രിസഭാ യോഗത്തിന് തിരിച്ചടിയാവുകയായിരുന്നു. ദിവിഷൻ, ഈ ചിത്രേഷ് നടേശൻ 2019 മിസ്റ്റർ യൂണിവേഴ്സിൽ 11ാം റാങ്കിലൊക്കെ എത്തിയിട്ടുള്ള ആളാണ്. വളരെ ബോഡി ബിൽഡിംഗ് രംഗത്ത് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ആളുകളാണ് രണ്ടുപേരും. പക്ഷേ അവർക്ക് ഗവൺമെന്റ് ജോലിയിലേക്കുള്ള പ്രവേശം അത് നിയമത്തിന്റെ വഴിയാണോ എന്നതാണ് ചോദിച്ചിട്ടുമായത്. പക്ഷേ ഇപ്പോൾ കായികക്ഷമത വേളയിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്.